ഇതാണ് ക്രിസ്പി സ്പിനാച്ച് ചിക്കൻ. ഒരു ചൈനീസ് വിഭവമാണ്. കോഴിക്കോടാണ് ഇതുള്ളത്. ഇപ്പോൾ സമയേ ഞായറാഴ്ചയാണ്. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു. ഞങ്ങളിതുവരെ ഒന്നും ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം എന്താ അറിയാമോ? മോള് പറയുന്നത് മോൾക്കിന്ന് ഒരു ചൈനീസ് ഫുഡ് കഴിക്കണമെന്ന്. അത് കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെ ഏതോ ഹോട്ടലിൽ ചൈനീസ് ഫുഡ് ഉണ്ട്. ചൈനീസ് ഹോട്ടലാണെന്നൊക്കെ പറയുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ കുറച്ച് കാഴ്ചകൾ കണ്ടു നോക്കാം. ചൈനീസ് ഹോട്ടലിലെ ഫുഡും പിന്നെ കുറച്ച് ബീച്ച് കാഴ്ചകളും അങ്ങനെ കുറേ കാഴ്ചകൾ. വെൽക്കം ബാക്ക് റോഹിത് റിയർ വീഡിയോസ്. ഇത് ബാങ്ക് റോഡ് എന്ന് പറയും. ഈ റോഡ് മാനാഞ്ചേരിക്ക് പോണ റോഡാണ്. നമുക്ക് വേണ്ടത് ബീച്ചിലോട്ടാണ്. അപ്പോൾ അവിടെ ബീച്ചൊക്കെ വരുന്ന സ്ഥലം. നമുക്കത് അതിലങ്ങോട്ട് പോകാം. ഞാൻ ഒറ്റയ്ക്കാണ് ബസ്സിന് പോകുന്നത്. വൈഫും മോളും നേരത്തെ പോയി. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാരഗൺ ഹോട്ടലുണ്ട്. വൈഫും മോളും 2 വീലറിൽ പോയിട്ടോ, ഞാൻ ബസ്സിനാണ് വന്നത്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാരഗൺ ഹോട്ടലുണ്ട്. നമുക്ക് ആ പാലം കടന്ന് ബീച്ചിലോട്ട് പോകണം. ബസ് വരാൻ വേണ്ടി കാത്തുക. അപ്പം ഞാൻ ബീച്ചിൽ ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ആ ഹോട്ടലിലോട്ട് പോവാണ്, ചൈനീസ് ഹോട്ടലിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ചൈനീസ് ഹോട്ടലിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. എനിക്ക് സാധാരണ ചൈനീസ് ഫുഡോ കൊറിയൻ ഫുഡൊന്നും ഇഷ്ടമല്ല. മോളുടെ ഇഷ്ടത്തിന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മക്കളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ. മോൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചൈനീസും കൊറിയൻ ഫുഡും അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെയാണ്. ഞാൻ നേരെ തിരിച്ചാണ്, നേരെ കേരള ഫുഡുകളാണ്. അപ്പോൾ ആ കാണുന്നതാണ് ഹോട്ടൽ. പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അടിപൊളി ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. ഈ സൈഡ് മൊത്തം ഹോട്ടൽ, കൂൾ ബാർ അങ്ങനെയൊക്കെയാണ്. നമ്മൾ റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മളിങ്ങോട്ട് കയറും. അങ്ങനെ നമ്മൾ നടന്നിട്ടേ ചൈനീസ് ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ഹോട്ടലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ബേക്കിലാണ് ആ ഹോട്ടൽ കേട്ടോ. ചൈനീസ് ഷെഫിള്ളേൻ്റെ ഹോട്ടൽ ഇവിടെ തൊട്ടടുത്തുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഷെഫിള്ളേൻ്റെ ഹോട്ടലായി. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ലയൺസ് പാർക്കാണത്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ആ ചൈനീസ് ഹോട്ടൽ. എന്താ ചോപ്പാസ്യോ എന്തുവാണ് പേര്. വൈഫും മോളൊക്കെ അവിടെ ഉണ്ട്. 2 ഫുഡ്സും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഹോട്ടലിലോട്ട് കാണാം. വിവിധതരം സൂപ്പുകളാണ് ഇവർ കഴിക്കുന്നത്. ചിക്കൻ സൂപ്പ്, നൂഡിൽസ് സൂപ്പ്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ. എനിക്കിതിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല. മോൾക്കറിയാം. ഇതെന്താ മുട്ടയോ? കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു മുട്ടയും ചിക്കനും നൂഡിൽസും ഒക്കെ കലർന്ന എന്തോ ഒരു സംഭവം. എനിക്കറിയില്ല പേര്. ആരാന്ന് നമ്മളിതിനു മുന്നേ കൊറിയൻ ഹോട്ടലിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഏറ്റവും നല്ല ഹോട്ടലുകൾ ഏതാണെന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. ഒന്ന് കയറി കണ്ടോളൂ. ഇപ്പോൾ
അതിനെക്കാട്ടും നന്നായിട്ട് ചോപ്സ് വെച്ച് കഴിക്കുന്നുണ്ട്. ചിക്കൻ ക്രിസ്പി ചിക്കൻ സ്പിനാച്ച് അങ്ങനെയുള്ള തേങ്ങ പോലെ ക്രിസ്പി അല്ല ചിക്കൻ സ്പിനാച്ച്. അതിനടി കുറെ മുള്ളും തൊക്കെ തന്നില്ലേ ഞാൻ. ഇതിൻ്റെ പേര് കേട്ടല്ലോ, ക്രിസ്പി ചിക്കൻ സ്പീനാച്ചോ അങ്ങനെ എന്തോ ആണ്. സ്പീനാച്ചോ എന്ന് വെച്ചാൽ ചീരയാണ്. സംഭവം എന്തൊക്കെയാണെങ്കിൽ കുറച്ച് മധുരവും ഒക്കെ ചേർന്ന ഒരു ചിക്കൻ്റെ സംഭവമാണിത്. അത് ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചു കേട്ടോ. എനിക്ക് മറ്റേ സൂപ്പുകളൊന്നും താല്പര്യമില്ലാത്തത് ഞാൻ കഴിച്ചില്ല. ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ ഒന്ന് സാമ്പിൾ നോക്കും, അതാണ് നമ്മുടെ പതിവ്. പിന്നെ ഞാനിത് കഴിക്കാനായിട്ടല്ല വന്നത്, ഇത് വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അല്ലേ കാണേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവരുടെ കൂടെ വന്നത്. അതിൻ്റെ പേരിൽ ഒന്ന് ഹൈപ്പ് ചെയ്തോളൂ. സംഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയും വരാനുണ്ട്. ഫ്രൈഡ് റൈസോ അതുപോലെ തന്നെ എന്തോ നൂഡിൽസൊക്കെ വരാനുണ്ട്. അതാ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വന്നു. ചിക്കൻ നൂഡിൽസാണ്. ഇതൊരു ചൈനീസ് വിഭവമാണ്. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസാണ്. ഇതൊരു ചൈനീസ് ഫ്രൈഡ് റൈസാണ്. അതൊക്കെയാണ് ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസ് ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ കൂടെയുള്ളത് മോളുടെ 2 ഫ്രണ്ട്സാണ് കേട്ടോ. സോസൊക്കെ കൂട്ടുമോ? ബീച്ചിലെ ലയൺസ് പാർക്കായിരുന്നു, പഴയ ലയൺസ് പാർക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കോഴിക്കോട് ബീച്ചിന് സൈഡിലായിട്ടാണ് നമ്മൾ കയറിയ ഹോട്ടലുള്ളത്. അപ്പം ഇനി നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം. കുറച്ച് നേരം ഇറങ്ങാൻ പോകുന്നില്ല, വേറൊരു പരിപാടി ഉണ്ട്, അതിന് പോകാൻ നിൽക്കട്ടെ. അപ്പം ജസ്റ്റ് വന്നപ്പോൾ ബീച്ചിലൂടെ ഒന്ന് കറങ്ങി മാത്രം. നോർത്ത് ബീച്ച് സൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കോഴിക്കോട് ബീച്ച് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ, വലിയ ബീച്ചാണ്. അതിൻ്റെ നോർത്ത് സൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ കാണുന്നതേ പണ്ട് ഇവിടെ ഒരു കടൽപ്പാലം ഉണ്ടായിരുന്നു. അതിൻ്റെ കാലുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങോട്ട് കുറേ കടൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുറേ കയറിയിട്ടായിരുന്നു കടലുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 4 മണി സമയമാണ്. നല്ല വെയിലുണ്ട്. ഞാനിപ്പോൾ ബീച്ചിൽ ഫുഡ് കഴിച്ചിട്ട് വെറുതെ ഒന്ന് കറങ്ങിയതാണ്. നമ്മളിപ്പോൾ തന്നെ പോകും. മോക്കുന്ന് കക്കോടി പഞ്ചായത്തിൽ നിന്ന് ഫുൾ A+ നേടിക്കൊണ്ടൊരു അവാർഡ് ദാന ചടങ്ങുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വെറുതെ ഒന്ന് വന്നപ്പം ബീച്ചും കൂടെ ഒന്ന് കാണിച്ചു തന്നു. പണ്ട് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ഇവിടെ വരെ കടലുണ്ടായിരുന്നു. ഇവിടെ വരെ പാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൂണുകൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിലെ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. മോൾക്ക് കക്കോടി പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഫുൾ A+ നേടിയ കുട്ടികളെ ആദരിക്കുന്നൊരു പരിപാടിയുണ്ട്. പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് കഴിഞ്ഞിട്ടുണ്ടോ അറിയില്ല. മോളും വൈഫും അവിടെ ഉണ്ട്. ഞാൻ പോയി നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് കാണാം. പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണ് പ്രിൻസ് ഓഡിറ്റോറിയം. സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞിനോട് അച്ഛൻ ചോദിക്കുന്നു, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി. ചെയർപേഴ്സൺ ആയിട്ടുള്ള ദർശി M, റോസ്വി അന്ന ഫിൽ, യദുഷ്ണ P, THSLC മുഴുവൻ വിഷയങ്ങൾക്ക് A+ കരസ്ഥമാക്കിയ യദുകൃഷ്ണ,
+2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ ദേവിക. 4ാം വാർഡിൽ നിന്നുള്ള ദേവിക സി. SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ തീർത്ഥ രാജേഷ്. അപ്പോൾ എങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ, ഷെയർ ചെയ്തോളൂ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. മറ്റൊരു മനോഹരമായ കാഴ്ചയുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.